ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സാൻസ്ക്രിറ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സാൻസ്ക്രിറ്റ് ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 9th ചാപ്റ്റർ ആണ്. ദൃഷ്ടവ്യം ശാസ്ത്ര ചക്ഷുഷ എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 4 ശ്ലോകങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാംസിനൊക്കെ സാധാരണ വരാറുള്ളത് തന്നിട്ട് അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക, അതുമായി മാച്ച് ആവുന്ന സെന്റൻസ് ഏതാണോ അത് മാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതെടുത്ത് എഴുതാൻ, അല്ലെങ്കിൽ തന്ന ആശയത്തിന് അനുസരിച്ച് ഒത്തുചേരുന്ന ഏതാണോ അതിൽ തന്നിട്ടുള്ള ശ്ലോകം എന്ന് പറഞ്ഞാൽ അതെടുത്ത് എഴുതാൻ, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്, അതുപോലെ PYQs അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഏതൊക്കെ സബ്ജക്റ്റ്, ഏതൊക്കെ ടൈപ്പ്, എങ്ങനത്തെയൊക്കെ വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, എന്നല്ല അറിയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു വീഡിയോ മേലെ ടാഗ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും വൈകിക്കണില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ 9th ചാപ്റ്റർ ഏതാണ്? ദൃഷ്ടവ്യം ശാസ്ത്ര ചക്ഷുഷ എന്നുള്ള ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പാഠപ്രവേശനമുണ്ട്, ആമുഖമുണ്ട്. എന്താ മിസ് ഈ പാഠപ്രവേശനം ആമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല. പാഠപ്രവേശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു കുഞ്ഞു ഷോർട്ട് നോട്ടാണ് നമുക്ക് ഫസ്റ്റ് തരിക. അപ്പോൾ നിങ്ങൾ എക്സാംസിനൊക്കെ പോകുമ്പോൾ ഇത് വായിച്ചിട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ടിപ്പണിയോ ആസ്വാദന കുറിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മൈൻഡിൽ ഓരോ വാക്കുകൾ നമുക്ക് ക്ലിക്ക് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പാഠപ്രവേശനവും ആമുഖവും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാണാണ്ട് പഠിക്കണമെന്നേ ഞാൻ പറയില്ല, പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കില്ല, അതുപോലെ ഈ ഒരു ബേസ് നിങ്ങൾ മറക്കാണ്ട് വായിക്കാം. അപ്പോൾ എന്താ പറഞ്ഞേ, പാഠപ്രവേശനവും അതേപോലെ ആമുഖവും ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചു വെക്കണം. ഇനി നമുക്ക് ഓരോരോ ശ്ലോകങ്ങളായി കിടക്കാം. കിരാതാർജുനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്ക്, അതിൽ നിന്നാണ് ഈ ഒരു ശ്ലോകം ഫസ്റ്റ് വരുന്നത്. എന്താണ്? സഹസ വിദധീത നക്രിയ മവിവേക പരമാപദം പദം ഗൃണിദേഹി വൃമിഷ്യകാരിണം ഗുണലബ്ധാഹ സ്വയമേവ സമ്പദഃ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാൻ നേരത്തെ നമുക്ക് പെട്ടെന്ന് ഒന്നും ക്ലിക്ക് ആവില്ല അല്ലെ. അപ്പൊ നമുക്ക് ഈസി ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട് സാരെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ മലയാളം മീനിങ് വെച്ചാണ് നമ്മൾ ഈ ഒരു ശ്ലോകം നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞുതരാം. അതിനു മുൻപ് നമ്മൾ ഈ ഒരു വിഗ്രഹവും അതേപോലെ അന്വയെയും നല്ലപോലെ നോക്കുക. പദച്ഛേദം ഉണ്ടാവും, അത് നമുക്ക് ഫസ്റ്റ് ശ്ലോകത്തിലില്ല, സെക്കൻഡ് ശ്ലോകത്തിലാണ് പദച്ഛേദങ്ങൾ ഉള്ളത്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക, അതും വരാറുള്ളതാണ്. അന്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ശ്ലോകത്തിന്റെ തന്നെ ജസ്റ്റ് ഒരു സെന്റൻസ് പോലെയുള്ള മീനിങ് ആണ് അന്വയം എന്ന് പറയാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ശ്ലോകത്തിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമുക്ക് നോക്കാം. ചിന്തിക്കാതെ ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്നാണ് പറഞ്ഞു തരുന്നത് അല്ലെ. അത് പക്ഷെ നമ്മൾ ചിന്തിക്കാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് നമുക്ക് ദോഷം വരുത്തല്ലേ. പിന്നെന്താണ്? ഒരുപാട് ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ലതേ വരുള്ളൂ, നമുക്ക് ഗുണമേ ലഭിക്കുള്ളൂ. അതാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് പറയുന്നത്. സഹസാ വിദധീത നിക്രിയ അവിവേക പരമാപദം പദം ഗൃണിദേഹി ദുർമിഷ്യകാരിണം ഗുണലബ്ധ സ്വയമേവ സമ്പദഃ. ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിക്കാത്തൊരു പ്രവൃത്തിയും ചെയ്യരുത്, അത് നമുക്ക് ദോഷം ചെയ്യും. എന്നാൽ ഒരുപാട് ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് ഗുണം നേടിത്തരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് ഓടിച്ചാടി പോയാലോ. വയമീക പരിദുഷ്ട പരിക്കലൈസ്തവം ദുഃഖുലൈ സമയ ഇഹ പരിദോഷോ നിർവിശേഷോ വിശേഷ സാതു ഭവതി ദരിദ്രോ യസ്യ തൃഷ്ണ വിശാല മനസീച്ച പരിതുഷ്ടേ കോ അർത്ഥവാൻ കോ ദരിദ്രഃ. മനസ്സിലായെന്ന് വിചാരിക്കണം. വായിക്കാൻ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിലെന്താണെന്ന് നോക്കാവുള്ളേ. എപ്പോഴും പറയുന്ന പോലെ പദച്ഛേദങ്ങൾ നല്ലപോലെ നോക്കി വെക്കുക, വിഗ്രഹം നല്ലപോലെ നോക്കി വെക്കുക. അന്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശ്ലോകത്തിന്റെ തന്നെ സെന്റൻസ് വൈസ് സാൻസ്ക്രിറ്റ് സെന്റൻസ് മീനിങ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആശയം അല്ലെങ്കിൽ സാരം എന്താ നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? ഞങ്ങളിവിടെ മരവുരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും, മരവുരി എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, മരത്തിന്റെ തോല് കൊണ്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും സന്തുഷ്ടരാണ്, അവര് ഹാപ്പിയാണ്. എന്നാൽ നിങ്ങൾ പട്ടുവസ്ത്രം ഉപയോഗിക്കുന്നവരാണെങ്കിലും സന്തുഷ്ടരാണ്. അപ്പോൾ അവിടെ എന്താ പറയാ,
ഒരു നോർമൽ കാട്ടിൽ ജീവിക്കുന്ന ഒരാളും പിന്നെ ധനികനായിട്ടുള്ള രാജാവിനെയുമാണ് നമ്മളിവിടെ പറയണത്. അപ്പോൾ രാജാവ് അവിടെ പട്ടുവസ്ത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ മരത്തിന്റെ തോല് കൊണ്ട് ഉപയോഗിച്ച വസ്ത്രമാണെങ്കിലും പട്ടുവസ്ത്രം കൊണ്ടുള്ള വസ്ത്രമാണെങ്കിലും ധരിച്ചിട്ടുള്ളെങ്കിലും അവര് സന്തുഷ്ടരാണ്. രണ്ടുപേരും സംതൃപ്തരാണ്. രണ്ടുപേരും ഒരേപോലെ സംതൃപ്തരാണ്. എന്നാൽ ആർക്കാണോ ആഗ്രഹങ്ങൾ കൂടുതലുള്ളത്, അതായത് ആർക്കാണോ ആഗ്രഹങ്ങൾ കുറച്ച് അധികം, അതായത് ഇപ്പൊ നമുക്ക് ഉള്ളതിൽ വെച്ച് സന്തോഷമായിട്ട് ഇരിക്കുക എന്നാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ആർക്കാണോ അതിനപ്പുറം ആഗ്രഹങ്ങൾ കൂടുതലുള്ളത് അവൻ ദരിദ്രനാവുന്നു അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ നല്ലൊരു എന്താ പറയാ ഒരു ബൈക്കില്ലെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് ആ ബൈക്കില്ല, പക്ഷെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള നോർമൽ ഒരു സ്കൂട്ടി ഉണ്ട് വീട്ടിലെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ആ ഉള്ളത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, സന്തുഷ്ടരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിക്ക് ഹാപ്പി ആയി പോകും. പക്ഷെ നമുക്ക് ആ ഒരു ബൈക്കില്ലാത്ത ആ ഒരു വിഷമം നമുക്ക് മനസ്സിലേക്ക് തട്ടി കഴിയും. നമ്മൾ അപ്പോഴും എന്ത് തന്നെയായിരിക്കും, നമ്മൾ ഒന്നുമില്ലാത്തവൻ, അതായത് ദരിദ്രനാവും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ആരാണ് ധനികൻ, ആരാണ് ദരിദ്രൻ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാണ് സമ്പന്നൻ, ആരാണ് ദരിദ്രൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണ നോക്കാം. മാലവികാഗ്നി മിത്രം എന്നുള്ള സംഭവത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വായിക്കാം, പിന്നെ നമുക്ക് പദശീലങ്ങള് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതും നോക്കി വെക്കണേ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. പുരാണമിത്യേവ നസാധു സർവം നചാഭികാവ്യം നവമിത്യവത്യം സന്ദഹ പരീക്ഷാന്യതരത് ഭജന്തേ ഗൂഢഃ പരപ്രത്യയേന യബുദ്ധിഃ. ഓക്കെ, ഇതിലെന്താ പറയണേ? അപ്പൊ നമ്മള് ഫസ്റ്റിന് പദചേതം നോക്കുന്നു, വിഗ്രഹങ്ങൾ നോക്കുന്നു, അന്വയങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഓടിച്ചാടി ഇതിൻ്റെതായിട്ടുള്ള മീനിങ്ങിലേക്ക് കടക്കുന്നു. ഈ മീനിങ്ങിൽ എന്താ പറയണേ? പുരാണമായതുകൊണ്ട് എല്ലാം ശരിയാവണമെന്നില്ല അല്ലെ. ഇപ്പൊ നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കാൻ നേരത്ത് അതെല്ലാം ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഒരിക്കലില്ല. അത് ജസ്റ്റ് ഒരു ബുക്കാണ്, പക്ഷെ മിക്കവാറും ശരിയായിരിക്കാം, പക്ഷെ അത് ഫുള്ള് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതേപോലെ തന്നെ പുതിയൊരു കാര്യമാണ് അതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ അതെല്ലാം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുമില്ല. അപ്പൊ ഇവിടെ എന്താ പറയണത്? പണ്ഡിതന്മാർ ഈ രണ്ടും പരീക്ഷിച്ച് നല്ലതിനെ സ്വീകരിക്കുന്നു. പണ്ഡിതന്മാർ എന്ത് ചെയ്യും? അവർ കുറച്ച് ബുദ്ധിയുള്ള വിവേകമുള്ള ആൾക്കാരാണ്. അപ്പൊ തെറ്റും ശരിയും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് തീരുമാനം എടുക്കുന്നവനല്ലേ നല്ലവൻ അല്ലെ. അപ്പൊ അങ്ങനെ അവർ രണ്ടും പരീക്ഷിച്ച് നല്ലതിനെ സ്വീകരിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ മൂഢന്മാർ, അതായത് മണ്ടന്മാർ എന്താ ചെയ്യുക? മറ്റുള്ളവരുടെ വാക്കിനെ പിന്തുടർന്ന് പോകും. ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരാൾ വന്നിട്ട് പറയാണ്, എടാ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകും എന്ന് പറഞ്ഞ്, അപ്പൊ നമ്മളെല്ലാവരും വിചാരിച്ച് നമ്മൾ ഓടാൻ നിൽക്കും അല്ലേ. അപ്പൊ നമ്മളെല്ലാവരും പൊട്ടത്തരല്ലേ കാണിച്ചത്. എന്നാൽ ശരിക്കുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താണ് വിവേകമുള്ള ആളായില്ലേ. അത്രേ ഉള്ളൂ. അടുത്തത് ഇതാണ്. യഥസ്ഥിനാസ്തീതി യേഷ സംശയഃ പരസ്യ വാക്യേനേർ മമാത്ര നിശ്ചയഃ അവേദ്യ തത്വം തപസാ ശമേന ച സ്വയം ഗ്രഹിഷ്യാമി യദത്ര നിശ്ചിതം. ഇതിലെന്താ പറയണത്? എപ്പോഴും ഇതിലെന്താ പറയണത് ബോറടിക്കുന്നുണ്ടോ? ഒന്നുമില്ല. നമ്മൾ പദച്ഛേദമുണ്ട്, അതേപോലെ അന്വയമുണ്ട്, നോർമൽ എല്ലാം ഉള്ള പോലെ തന്നെ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ള സാരത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ സാരെന്ന് പറയാൻ നേരത്ത് ഇതിലെന്താണ് പറഞ്ഞു തരുന്നത്? ഇത് ഏതെന്ന് എടുത്തിട്ടുള്ളതാണ്? ബുദ്ധിചരിത്രം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നമുക്കിപ്പോ എന്താണ് ഉണ്ട് ഇല്ല എന്നുള്ളത് സംശയമുണ്ടെങ്കിൽ അതുള്ളവർ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഒന്നും തീരുമാനിക്കരുത്. നമ്മളിപ്പോ എക്സാമിന് ഒരു ആൻസർ എഴുതി, പക്ഷെ നമുക്കത് മറ്റുള്ളവന്റെ പേപ്പറിൽ നോക്കിയപ്പോ അവൻ എഴുതിയിരിക്കുന്നത് നമുക്ക് തെറ്റാണെന്ന് തോന്നണേ. പക്ഷെ നമ്മൾ അവന്റെ നോക്കിയിട്ട് തന്നെ ആ തെറ്റ് പകർത്തി വെക്കുന്നത് എന്താണ്? ശരിയാണോ? അല്ല, നമുക്ക് ശരി അറിയുന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ നമുക്കറിയുന്നത് എഴുതിയ പോലെ. ഇതാണ് അവന്റെ നോക്കി എഴുതണേ. അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഒന്നും തീരുമാനിക്കരുത്, മറ്റുള്ളവരെ കണ്ട് ഒന്നും തീരുമാനിക്കരുത്. സ്വന്തം പ്രയത്നം കൊണ്ട് സത്യത്തെ മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഒത്തിരി പഠിച്ചെഴുതുന്നതാണ്, നമുക്കപ്പോൾ അതിന്റെ ആൻസർ അറിഞ്ഞു, മറ്റേ ആ കുട്ടി തെറ്റാണ് എഴുതുക, അപ്പൊ ആ തെറ്റ് പകർത്തി വെക്കണോ? വേണ്ട, നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. സോ നമുക്ക് ശരിയായിട്ടുള്ള കാര്യം എന്ത് ചെയ്യാം?
എടുത്തെഴുതാം. അപ്പൊ നമ്മളവിടെ നമ്മുടേതായിട്ടുള്ള സ്വന്തം പ്രയത്നം കൊണ്ടാണ് നമ്മൾ ആ സത്യത്തെ മനസ്സിലാക്കുകയും അതിനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തത്. ഞാനിപ്പോ പറഞ്ഞ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതാ പഠന പ്രവർത്തനങ്ങൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഡിയേഴ്സ്.